പ്രവാചകനായ യെശയ്യാവ് താൻ ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിച്ച, അതുപോലെ അപ്പോസ്തലനായ യോഹന്നാൻ താൻ പത്മോസിൻ്റെ ഏകാന്തതയിൽ ആ ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിച്ച രണ്ട് വചന ഭാഗങ്ങളാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ ചേർന്ന് വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. സ്വർഗത്തിൽ സദാസമയവും ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവസന്നിധിയിൽ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് അട്ടഹസിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് പ്രഭാതത്തിൽ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട്. ആമേൻ. അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ മധ്യത്തിൽ നമ്മുടെ കർത്താവ് എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവിന് സ്തുതിയുടെ ഒരു സിംഹാസനം ഒരുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമാണ്. വചനം പറയുന്നു, ഇസ്രായേലിൻ്റെ സ്തുതിഗണന്മേൽ വസിക്കുന്ന യഹോവ, the Lord who inhabits the praise of Israel. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഈ ചർച്ചിനകത്ത്, ഈ ഹാളിനകത്ത്, ഈ മന്ദിരത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വളരെ വ്യക്തമായി നമ്മുടെ മുൻപിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. ആ സാന്നിധ്യത്തെ രുചിച്ചുകൊണ്ട്, ആ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. ഹല്ലേലൂയ. നമുക്കറിയാം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിന് ഒത്തിരി വിശേഷണങ്ങൾ വേദപുസ്തകം കൊടുത്തിട്ടുണ്ട്. ദൈവസ്നേഹമാണ്, ദൈവകരുണയുള്ളവനാണ്, അവൻ മനസ്സലിവനുള്ളവനാണ്, അവൻ കൃപയും കരുണയും നിറഞ്ഞവനാണ്, അവൻ നീതിമാനാണ്, നീതിയുള്ളവനാണ്, ഹി ഈസ് ജസ്റ്റ്. അങ്ങനെ ഒത്തിരി വിശേഷണങ്ങൾ ദൈവത്തിന് കൊടുത്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഗോഡ് ഇസ് ലവ്, ലവ്, ലവ്. ഒരിടത്തും പറഞ്ഞിട്ടില്ല ഗോഡ് ഇസ് ജസ്റ്റ്, ജസ്റ്റ്, ജസ്റ്റ്. 2 സ്ഥലങ്ങളിൽ 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഗോഡ് ഈസ് ഹോളി, ഹോളി, ഹോളി. ഹല്ലേലൂയ. ഹോളി, ഹോളി, ഹോളി. അതിൻ്റെ അർത്ഥം ദൈവത്തിന് ഒത്തിരി വിശേഷണങ്ങളുണ്ട്, ദൈവത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഹി ഹാസ് എ ലോട്ട് ഓഫ് ആട്രിബ്യൂട്ട്സ്. പക്ഷെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. ഇറ്റ് ഇസ് ഹിസ് ഹോളിനെസ്. ഹല്ലേലൂയ. ഇറ്റ് ഇസ് ഹിസ് ഹോളിനെസ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ഇഷ്ടമില്ലാത്ത ദൈവത്തിൻ്റെ ഒരു ഗുണമാണ് ഹോളിനെസ്. ആമേൻ. നമുക്ക് ദൈവം സ്നേഹമാണെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ദൈവം കരുണയുള്ളവനാണ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ദൈവം മനസ്സലിവുള്ളവനാണ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ദൈവം നീതിയുള്ള ന്യായാധിപതിയാണെന്ന് പറയുന്നത് കുറച്ചൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ദൈവം ഹോളി ആണെന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കതിനോട് പ്രതികരിക്കാൻ ഒരു വിഷമം തോന്നുന്ന കാര്യമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം വി ഡോണ്ട് നോ ഹൗ ടു റെസ്പോണ്ട്, അല്ലേ? നമുക്ക് എങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ വിശുദ്ധിയോട് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് വി ഹവ് നോട്ട് റിയലൈസ്ഡ് ഹൗ ദാറ്റ് ഈസ് ടു ബി ഡൺ. അതുകൊണ്ട് ഈ ലോകം എന്ന് പറഞ്ഞാൽ റിലിജിയൻ, ലെറ്റ്സ് സേ റിലിജിയൻ, അതിന് ചില മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചില പൊടിക്കൈകൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? നല്ല വെള്ളയും ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ യു ആർ ഹോളി, അല്ലേ? അല്ലെങ്കിൽ നല്ല ക്ലീൻ ഷേവൊക്കെ അടിച്ച് നടന്നാൽ യു ആർ ഹോളി. ചർച്ചിൽ വരുമ്പോൾ നല്ല ഉച്ചത്തിലൊരു പ്രൈസലോടൊക്കെ പറഞ്ഞാൽ യു ആർ ഹോളി. ഇതൊക്കെയാണ് നമ്മൾ, ഐ ഡോണ്ട് വാണ്ട് ടു ആസ്ക് യു, ബട്ട് ഇതുപോലെ പല കാര്യങ്ങളുമാണ് വിശുദ്ധി എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. വി തിങ്ക് if we do these things we become holy, we respond to the holiness of God.
എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്. വാട്ട് ഷുഡ് വി ഡു ബിക്കോസ് ഹീ ഈസ് ഹോളി. ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് വിശുദ്ധി എങ്കിൽ അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ബി ഹോളി ആസ് ഐ ആം ഹോളി. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചപ്പോൾ, ദൈവം നമ്മളെ തൻ്റെ മക്കളാക്കി തീർത്തപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം that we should be holy as he is holy. Hallelujah. That we should be holy as he is holy. രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വചനം വളരെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയുന്നത് ഗോഡ് ഈസ് ഹോളി ഹോളി ഹോളി. പഴയ കാലത്ത് ഒരു കാര്യത്തെ വളരെ എംഫാറ്റിക്കായിട്ട് വളരെ ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ് ഒരു കാര്യം 3 പ്രാവശ്യം പറയുക. ആമേൻ. ഒരു കാര്യം 3 പ്രാവശ്യം പറയുക. ഇവിടെ ഇരിക്കുന്ന ഒരാൾ സ്മാർട്ട്, ഹൂസ് ദെയർ, ഓക്കെ ലെറ്റ്സ് സേ, ഈ ലൈറ്റ് കാരണം എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്നില്ല. കെൻ യു പുട്ട് ഓൺ ദീസ് ലൈറ്റ്സ് പ്ലീസ്? ഓക്കെ, ലെറ്റ്സ് സേ ഹൂസ് ദെയർ, അലൻ. ഓക്കെ, ഇപ്പോൾ അലൻ സ്മാർട്ടാണ് അല്ലേ? നമ്മൾ ഇന്നത്തെ കാലത്ത് പറയും അലൻ ഈസ് വെരി സ്മാർട്ട് അല്ലേ? അല്ലെങ്കിൽ അലൻ ഈസ് കുറച്ച് പേരെ കൈ പോക്കുന്നുണ്ട് എൻ്റെ പേര് പറയുമെന്ന് പറഞ്ഞിട്ട് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വലിയ ആഡ്ജക്റ്റീവ് ഉപയോഗിച്ച് ഈസ് എക്സ്ട്രീംലി സ്മാർട്ട്, ഈസ് എക്സെപ്ഷണലി സ്മാർട്ട് എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ പഴയ നിയമകാലത്ത് അല്ലെ പഴയ കാലത്ത് ബൈബിൾ എഴുതുന്ന കാലഘട്ടത്തിൽ ഒരാളെ സ്മാർട്ട് എന്ന് വിളിക്കാൻ പറയും ഹീ സ്മാർട്ട്, ഹീ സ്മാർട്ട്, ഹീ സ്മാർട്ട്. ആമേൻ. നമ്മുടെ എബ്രഹാം പാസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീസ് ഹാൻസം, ഹീസ് ഹാൻസം, ഹീസ് ഹാൻസം അല്ലേ? സോ എന്തിനാണത് പറയുന്നത്? ദാറ്റ് ഈസ് ടു എംഫസൈസ് വാട്ട് വി ആർ സെയിങ്. ആമേൻ. അപ്പോൾ ഇതുപോലെ ദൈവത്തെക്കുറിച്ച് വചനം വിശേഷിപ്പിക്കുന്നത് ഹീ ഈസ് ഹോളി, ഹീ ഈസ് ഹോളി, ഹീ ഈസ് ഹോളി. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആട്രിബ്യൂട്ടാണ് ഹിസ് ഹോളിനെസ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് ആ ഹോളിനെസ്സിനോട് റെസ്പോണ്ട് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. വി ഹാവ് ടു റെസ്പോണ്ട് ടു ദാറ്റ് ഹോളിനെസ് ഓഫ് ഗാഡ് ആൻഡ് മെനി ഓഫ് us don't know how to do that. ആമേൻ. ഇവിടെ നമ്മൾ വായിക്കുന്ന ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. പിന്നെ ഉസ്സിയ രാജാവ് എന്ന് പറഞ്ഞാൽ യെശയ്യാ പ്രവാചകൻ്റെ ഫസ്റ്റ് കസിനാണ്. ഓക്കെ, ഹീസ് ഹിസ് അങ്കിൾസ് സൺ. 52 വർഷം ഇസ്രായേലിനെ ഭരിച്ചിട്ടാണ് ഉസ്സിയ രാജാവ് മരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അനുമാനം, ഐ ഡോണ്ട് നോ ഫോർ ഷുവർ, എൻ്റെ അനുമാനം യെശയ്യാവ് ജനിച്ചപ്പം മുതൽ ഉസ്സിയാവ് രാജാവാണ്. ആൻഡ് ഹീ ഈസ് ഹിസ് ഫസ്റ്റ് കസിൻ. നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് കസിൻ ആണ് നമ്മുടെ രാജ്യത്തിൻ്റെ രാജാവെങ്കിൽ വി ഹാവ് എ ലോട്ട് ഓഫ് പ്രിവിലേജസ് ഇൻ ദാറ്റ് കൺട്രി, റൈറ്റ്? അപ്പോൾ അങ്ങനെയുള്ള ഉസ്സിയ രാജാവ് മരിച്ചു. അപ്പോൾ അത്രയും നാൾ, ദിസ് ഈസ് മൈ അസംഷൻ, അത്രയും നാൾ യെശയ്യാവിൻ്റെ ആശ്രയം എന്താണ്? സി മൈ ഫസ്റ്റ് കസിൻ ഈസ് ദ കിങ്. എൻ്റെ ഫസ്റ്റ് കസിനാണ് രാജാവ്. അപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും ഈ രാജ്യത്ത്, ഐ ഹാവ് സർട്ടൻ പ്രിവിലേജസ് ഇൻ ദിസ് കൺട്രി. ബട്ട് ദെൻ ഹി ഡൈഡ്. ഉസ്സിയ രാജാവ് മരിച്ചു. അപ്പോൾ യെശയ്യാവിന് ഉണ്ടാകാവുന്ന ആ മനോവിഷമം നമുക്കൊന്ന് മനസ്സിലാവും അല്ലേ? ഹി ഹാഡ് ഒരു ഭയങ്കര സ്ട്രോങ് ഹോൾഡ് ഉണ്ടായിരുന്നു രാജ്യത്തിൽ. ഇപ്പം അതില്ല. അപ്പോഴാണ് യെശയ്യാവ് കാണുന്നത്, ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ ഞാനൊരു ദർശനം കാണുകയാണ്, കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആമേൻ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ there are certain things that we put our trust in, അല്ലേ? നമ്മൾ പല കാര്യങ്ങളിലും നമ്മുടെ ആശ്രയം വെക്കാറുണ്ട്. Maybe it is people of influence around us, maybe it is our job, maybe it is our position, maybe it is our wealth. But sometimes these things die, അല്ലേ? ഈ ലോകത്തിൽ ശാശ്വതമായിട്ടൊന്നുമില്ല. പക്ഷെ അത് ഇല്ലാതാകുമ്പോഴും നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, the Lord is still high and exalted.
Amen. He is king. He has not fallen off the throne. Amen. ഉസിയ രാജാവിന്റെ സിംഹാസനത്തിൽ ഇനി ഇരിക്കാൻ ഉസിയ രാജാവില്ല, പക്ഷെ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇപ്പോഴും ഉണ്ട്. And he is there still now. Hallelujah. ഇതായിരിക്കണം നമ്മുടെ വിശ്വാസം, നമ്മുടെ ആശ്രയം, നമ്മുടെ ബലം. Not in anything that we have, not in anything, anyone we have around us. നമ്മുടെ ആശ്രയം should be in the Lord. Hallelujah. എന്നിട്ട് യെശയ്യാ പറയണം, അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ ആലയത്തിൽ നിറച്ചു. We'll come back to that. സാറാഫുകൾ അവനെ ചുറ്റും നിന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവർ അട്ടഹസിച്ചു. ഓരോരുത്തരോട് ഒരുവൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ആലയത്തിന്റെ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. You see what is Isaiah's reaction to that, response to that? What is his response to the holiness of God? അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം. Woe is for me, for I am undone, because I am a man of unclean lips, and I dwell in the midst of people of unclean lips. For mine eyes have seen the King, the Lord of hosts. ആരേത് പറയുന്നറിയാമോ? പ്രൊഫറ്റ് ഐസായ. വെറും ഒരു സാധാരണക്കാരനല്ല പറയുന്നത്, പ്രവാചകനായ യെശയ്യാവ് പറയുകയാണ്, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള മനുഷ്യൻ. ആരാ യെശയ്യാവ്? ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ മനുഷ്യരോട് പ്രസ്താവിക്കുന്ന യെശയ്യാവ് പറയുന്നത്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന് മധ്യേ വസിക്കുന്നു. Amen. When you really see the holiness of God, this will be our reaction. Amen. ഈ ഒരു പ്രതികരണം നമ്മുടെ അകത്ത് വന്നിട്ടില്ലാത്തിടത്തോളം കാലം we have not seen God. Amen. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, എല്ലാവരോടും സമാധാനം ആചരിപ്പിൻ, സമാധാനം ആചരിച്ച് വിശുദ്ധിയെ പിന്തുടരണം. ഫോളോ പീസ് വിത്ത് ഓൾ മെൻ ആൻഡ് ഹോളിനെസ്, ഫോർ വിതൗട്ട് ഹോളിനെസ് നോ വൺ ക്യാൻ സീ ഗോഡ്. Amen. So without holiness no one can see God. വിശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധിക്കത്തില്ല. So if you have really seen God, this will be your reaction. And ഇത് നമുക്ക് we can see it everywhere in the Bible. Amen. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാൽ, can you turn to Luke chapter 5. അവിടെ അതിൻ്റെ 1-ാം വാക്യം മുതൽ വായിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ ഗനസരേത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ 2 പടക് കരയ്ക്കടുത്തു അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്ന് ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവർ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ഇതിനു മുമ്പ് പത്രോസും യേശുവായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. യേശു ആരാണ്? ജീസസ് ഈസ് എ റാബായ്. അവൻ യേശുവിനെ ഇവിടെ മാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്, ഗുരു. മലയാളത്തിൽ നാഥാണ് എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ മാസ്റ്റർ. ഈസ് എ ടീച്ചർ. അപ്പോൾ ഒരു യഹൂദ റബി വന്നിട്ട് പത്രോസിനോട് പറയുകയാണ്, എനിക്ക് കുറച്ച് ആളുകളോട് സംസാരിക്കണം. സോ ഐ നീഡ് എ പ്ലാറ്റ്ഫോം. ക്യാൻ ഐ യൂസ് യുവർ ബോട്ട് ആസ് എ പ്ലാറ്റ്ഫോം?
പത്രോസ് പറഞ്ഞു, ഏതായാലും വേറെ പണിയൊന്നുമില്ല, വലയൊക്കെ കഴുകി, ഒന്നും കിട്ടിയില്ല, ഓക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞ് പത്രോസ് സമ്മതിച്ചു. അപ്പോൾ അവരോട് ദൈവവചനം അവിടെ പറയുകയാണ്, പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ യേശു പടകിലിരുന്ന് ദൈവവചനം കേൾക്കുകയാണ്. ഈ വചനം കേട്ടപ്പോൾ പത്രോസിന് തോന്നി, കൊള്ളാം, ഹീ ഈസ് എ ഗുഡ് ടീച്ചർ, അല്ലേ? യേശു ആരാണ്? ഹീ ഈസ് എ പ്രീച്ചർ, ഹീ ഈസ് എ ടീച്ചർ. പത്രോസ് ആരാണ്? പത്രോസ് മുക്കുവനാണ്. ഇവൻ മീൻപിടുത്തമാണ് അവൻ്റെ ജോലി. ഈ ഗലീല കടലിലാണ് അവരുടെ ഉപജീവന മാർഗം മുഴുവൻ കിടക്കുന്നത്. അവൻ്റെ ചെറുപ്രായം മുതൽ അവൻ ഇതിനകത്താണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഉപദേശി, ഓക്കെ, വാട്ട് എവർ ഈ സൈസ്, ഒരു ഉപദേശി വന്ന് പത്രോസിനോട് പറയുകയാണ്, നിനക്കൊന്നും കിട്ടിയില്ലല്ലേ, നീ വലയൊക്കെ കഴുകുന്നല്ലോ, മീനൊന്നും കാണുന്നില്ലല്ലോ, ഒരു കാര്യം ചെയ്യും, നീ കുറച്ച് പടകം അങ്ങോട്ട് നീക്കിയിട്ട് ഒന്നും കൂടെ വലയിട. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ വി വർ ഡൂയിങ് ഇറ്റ് ഹോൾ നൈറ്റ്. ഓക്കെ, പിന്നെ നിങ്ങൾ വലിയ വചനമൊക്കെ പ്രസ്താവിച്ച ആളാണല്ലോ, ഒത്തിരി കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതുകൊണ്ട് സാറ് പറഞ്ഞതായതുകൊണ്ട് അല്ലൂത. പത്രോസ് പടക് നീക്കി വലയിട്ടു. വി നോ ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി. അതിൻ്റെ 6-ാമത്തെ വാക്യം, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുവാറാകുവോളം നിറച്ചു. സീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആകുകൊണ്ട് എന്നെ വിട്ട് പോകണമേ എന്ന് പറഞ്ഞു. ഹാവ് യു തോട്ട് അബൌട്ട് ദിസ്? പത്രോസ് മുക്കുവനാണ്, മീൻപിടുത്തമാണ് അവൻ്റെ ജോലി. അവിടെ ഇംഗ്ലീഷിൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് വല കീറാറായി, പടക മുങ്ങുമാറായി എന്നൊക്കെയാണ്. പക്ഷേ ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്നത് and when they had verse 6, and when they had done this, when they had this done, they enclosed a great multitude of fishes and their net brake. കീറുമാറ എന്നല്ല, കീറി. Amen. And they beckoned unto their partners which were in the other ship, and they should come and help them. And they came and filled both the ships so that they began to sink. മുങ്ങുമാറ എല്ലാം മുങ്ങിക്കൊണ്ടിരിക്കുക. You see the reaction of Peter. പത്രോസിന്റെ പ്രതികരണം കണ്ടോ? പത്രോസ് മീൻപിടുത്തക്കാരനാണ്, മുക്കുവനാണ്, ഇത്രയും നാൾ ഇതാ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ he has never seen such a fish catch ever in his life. Amen. അതിന് അടുത്ത് താഴോട്ട് വായിച്ചാൽ അതിനേക്കാൾ രസമാണ്. ഒമ്പതാമത്തെ വാക്യം, അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ള എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. Just think about that. Amen. മീൻ കൂടുതൽ കിട്ടിയത് കണ്ട് മുക്കുവന്മാർ പേടിച്ചെന്ന്. So how big a catch would that be? That is the moment when Peter realized this is not an ordinary man. Amen. ഇതൊരു സാധാരണ മനുഷ്യനല്ല. പത്രോസിന്റെ റിയാക്ഷൻ, ഞാൻ പാപിയായ മനുഷ്യൻ. യെശയ്യാവിന്റെ റിയാക്ഷൻ, അയ്യോ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള മനുഷ്യൻ, ഞാൻ നശിച്ചു. Amen. ഇനിയുണ്ട് വീണോ യേശു ക്രിസ്തു പടകിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, പടക് മുങ്ങുമാറായി. ശിഷ്യന്മാർ നിലവിളിച്ചു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു എഴുന്നേറ്റ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അല്പം പോലും വിശ്വാസമില്ലയോ? കഴിഞ്ഞ ദിവസം മുഴുവൻ ഞാൻ നിങ്ങളോട് ദൈവവചനത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ അല്പം പോലും വിശ്വാസം നിങ്ങൾക്കില്ലയോ? എന്നിട്ട് അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ. മർക്കോസ് 4:40. അവൻ കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു.
കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ആമേൻ. പത്രോസിന് യേശുവിൻ്റെ യഥാർത്ഥ സ്വരൂപം, യേശു ആരാണ് എന്ന് തിരിച്ചറിയുവാൻ there was a moment in his life. യെശയ്യാ പ്രവാചകന് ദൈവം ആരാണ് എന്ന് തിരിച്ചറിയുവാൻ there was a moment in his life. ശിഷ്യന്മാർക്ക് യേശു ആരാണ് എന്ന് തിരിച്ചറിയുവാൻ there was a moment in their life, and that moment was a fearful moment. എല്ലാവരും they were all terrified when they came to that moment. You know why? Because of God's holiness. So if you have not been in that moment, you've not really seen God. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വിശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധിക്കത്തില്ല. But without holiness, no one can see God. Amen. What is our reaction to God? നമുക്ക് do we really know who God is? Have we really seen him? ദൈവത്തെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ this will be our reaction. നമ്മുടെ എല്ലാ അഹങ്കാരവും, നമ്മുടെ എല്ലാ അഹംഭാവവും, it subsides. Amen. When you see God, നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ റിയാക്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും വലിയ പ്രതികരണം എന്ന് പറയുന്നത്, ഗോഡ്, ഐ എം നത്തിങ്, ഞാൻ ഒന്നുമില്ല, ഞാൻ ആരുമല്ല, യു ആർ ഗ്രേറ്റ്. When I look at you, you are awesome. Hallelujah. ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തോട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കാനുണ്ട്. ചോദിക്കും. പത്മോസിൻ്റെ ഏകാന്തതയിൽ യോഹന്നാൻ, യേശുവിൻ്റെ കൂടെ നടന്ന യോഹന്നാൻ യേശുവിൻ്റെ മഹത്വം കണ്ടു. വചനം പറയുന്നു, ഞാൻ മരിച്ചവനെ പോലെയായി. I fell at his feet as dead. You underestimate God so much. ദൈവം നമ്മുടെ പിതാവാണ്, നമ്മുടെ അപ്പനാണ്, സ്നേഹമാണ്. But we don't realize how awesome, how holy he is. Hallelujah. And we should never forget this. ആ ദൈവത്തിൻ്റെ വിശുദ്ധി ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹോളിനെസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ആസ്പെക്ട് ഓഫ് ഗാഡ്. വേദപുസ്തകത്തിൽ 600-ലധികം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് ഹോളി. അവിടെ യെശയ്യാ പ്രവചനം 6:1 എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഖാദോഷ് എന്ന പദമാണ്. ഖാദോഷ്. നമ്മളിവിടെ പാടുമ്പോൾ ഹോളി 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 എന്നാണ് പാടുന്നത്. പക്ഷേ സ്വർഗത്തിൽ 24 മണിക്കൂറും ഉയർന്നു കേൾക്കുന്ന ശബ്ദം ഖാദോഷ്, ഖാദോഷ്, ഖാദോഷ്. നമ്മൾ വായിച്ച വേദഭാഗങ്ങൾ തമ്മിൽ ഏതാണ്ട് 800 വർഷത്തെ ഗ്യാപ്പുണ്ട്. യെശയ്യാവ് ജീവിച്ചിരുന്നത് ഏതാണ്ട് AD 700-ലാണ്. യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുന്നത് ഏതാണ്ട് AD 100-നടുപ്പിച്ചാണ്. അങ്ങനെ 800 വർഷത്തെ വ്യത്യാസത്തിലാണ് രണ്ട് സ്വർഗത്തിൻ്റെ ഗ്ലിംസ് നമുക്ക് കിട്ടുന്നത്, അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ 800 വർഷമായിട്ടും അവിടുത്തെ പാട്ട് മാറിയിട്ടില്ല. For 800 years the song is still the same. Holy, holy, holy. And 2000 years after that, even now, the song is the same. Holy, holy, holy. അവിടെ ഇരിക്കുന്ന ദൂതന്മാരാരും പറയത്തില്ല, കുറേ നാളായി ഈ പാട്ട് പാടാൻ തുടങ്ങിയിട്ട് ബോറടിക്കും, നമുക്കിനി കട്ടയൊന്ന് മാറ്റിപ്പിടിക്കാം എന്നൊരു ദൂതനും ഇതുവരെ പറഞ്ഞിട്ടില്ല, അല്ലേ?
ഞാനൊരു തല്ലിപ്പുള്ളിയാണ് എന്ന് പറഞ്ഞൊരു പാട്ട് പാടാം എന്ന് പറയാൻ ഒരു ദൂതനും ഇതുവരെ ധൈര്യം ഉണ്ടായിട്ടില്ല. They are still singing holy, 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 because that is the only response that you can get. ദൈവത്തെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ, ദൈവത്തെ നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോൾ, നമ്മൾ രുചിച്ച് കഴിയുമ്പോൾ, that is the only reaction that comes out of us, and that is, he is holy, he is holy, he is holy. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, വിശുദ്ധി നമുക്ക് വെളിവായി വരുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് വെളിപ്പെട്ട് വരുന്നത് നമ്മുടെ കുറവുകളാണ്. ആമേൻ. നമ്മുടെ ജീർണതയാണ്, the corruption that is in us. കാരണം God's holiness is so perfect. നമുക്കത് we can't compare. When you see that, we feel how corrupt we are. നമ്മൾ എത്രത്തോളം നാശത്തിന് അടിമയായവരാണ് എന്നുള്ള ആ ഒരു ബോധമാണ് നമ്മുടെ അകത്തേക്ക് വരുന്നത്. We see how pure God is. We see how holy God is. അതുകൊണ്ട് യെശയ്യാ പറയുന്നത്, ഞാൻ നശിച്ചു, I am undone, I am doomed, because I have seen the Lord. ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ളൊരു മനുഷ്യൻ. You see, when you come to the presence of God, we realize how sinful we are, how crooked we are. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന കാര്യം, യെശയ്യാവ് അത് വിളിച്ചു പറയുകയാണ്. See, I am a man with unclean lips. ഇത് ആരാ പറയുന്നത്? യെശയ്യാ പ്രവാചകനാണ് പറയുന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ മനുഷ്യരോട് അറിയിക്കുന്ന യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, I am a man with unclean lips. എൻ്റെ വായിൽ കൂടെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. The confession comes out when you are in the presence of God. In നമ്മുടെ ജീവിതത്തിൽ there are areas in which we are not straight, we are crooked. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ, യഥാർത്ഥമായിട്ട് നമ്മൾ ദൈവത്തെ കാണുമ്പോൾ, the first realization that comes to us is where we are crooked. And the moment we confess that, നമ്മളത് ഏറ്റു പറയുമ്പോൾ, അവിടെ നമ്മൾ കാണുന്നു, സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്നൊരു കനലെടുത്ത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഹല്ലേലൂയ. യെശയ്യാവ് എന്ത് കൺഫസ് ചെയ്തോ, ആ പാപം, ആ തെറ്റ്, അതിന് പരിഹാരമായിട്ട് ഒരു കനലെടുത്ത് അവൻ്റെ വായ്ക്ക് തൊടുവിച്ചു. Just think about that. Thank God that it was just a vision. യഥാർത്ഥത്തിൽ ഒരു കനൽ, നമ്മൾ ഈ ബാർബിക്യൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അതിനകത്ത് നിന്നൊരു കനലെടുത്ത് വായിലോട്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കും? Amen. And the Bible says he was made clean. അപ്പോൾ ഹോളിനെസ് വരുമ്പോൾ അത് നമ്മുടെ കറപ്ഷൻ, നമ്മുടെ ക്രൂക്കഡ്നെസ്, നമ്മുടെ തെറ്റുകൾ അതിനെ വലുതാക്കും. അത് വലുതാക്കി നമ്മളെ കുറ്റം വിധിക്കാനല്ല, ദാറ്റ് ഈസ് ടു കറക്റ്റ് അസ്. അതിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് ആ ഹോളിനെസ്സിന് മുമ്പിൽ നമ്മുടെ തെറ്റുകൾ വലുതായി വരുന്നത്. അപ്പോൾ when we see God, when we respond to the holiness of God, the first thing that we should do is to humble ourselves. കർത്താവേ, എനിക്ക് ഇന്ന കുറവുണ്ട്, and I want to be made straight. I want to be like you in that. Hallelujah. ഈ ഒരു പ്രതികരണം വേണം നമ്മുടെ അകത്തു നിന്ന് വരുവാൻ. Hallelujah. എവിടെ ബൈബിളിൽ നമ്മൾ എവിടെ നോക്കിയാലും when people see God, this is the reaction that they have. യോബിൻ്റെ പുസ്തകത്തിലേക്ക് പോകാമോ? യോബിൻ്റെ പുസ്തകം 42 അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളൊന്ന് വായിക്കാമോ?
യോബ് 42:5, 6 വാക്യങ്ങൾ. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേവലിൽ മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, പക്ഷെ now I see you. When I see you, I abhor myself because I know how holy you are. ആ ദൈവത്തിൻ്റെ വിശുദ്ധിയോടുള്ള നമ്മുടെ പ്രതികരണം is to admit our sinful nature and glorify God. Hallelujah. മാത്രമല്ല, when you seek the glory of God, there is a purification. Amen. It demands a purification. നമ്മൾ ഏത് നിലയിലാണോ അതുപോലെ നിൽക്കാനല്ല, we need to be purified. Hallelujah. കനലെടുത്ത് വായ്ക്ക് തൊടുവിക്കുമ്പോൾ maybe it is painful, but we must go through that. എന്തിനാണെന്നറിയാമോ? അടുത്ത വാക്യം അവിടെ കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ ആരെ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകും? യെശയ്യാവിൻ്റെ മറുപടി, അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് പറയാൻ കഴിയണമെങ്കിൽ we need to be purified. We need to go through that purification. We are in the year of discipleship. Hallelujah. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവിൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നമ്മളെല്ലാവരും കൈ ഉയർത്തി ചെയ്തോളാം എന്ന് പറഞ്ഞ കാര്യമാണ്. But we need to have that holiness, that purification in our lives. 2 കൊരിന്ത്യർ 6 അധ്യായം അതിൻ്റെ 17 മുതൽ 7 അധ്യായം 1 വാക്യം വരെ ഒന്ന് വായിക്കാമോ? 2 Corinthians chapter 6 verse 17 up to chapter 7 verse 1. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ യഹോവ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി, ഇംഗ്ലീഷിൽ cleanse ourselves from all filthiness in flesh and spirit, perfecting holiness in the fear of God. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ച് കൊള്ളുക. ഹല്ലേലൂയ. ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ച് കൊള്ളുക. വചനത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. There are certain things that we should do. അല്ലേ? അപ്പം നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഇത്രയും നാൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ വിശുദ്ധന്മാരായി തീർന്നല്ലോ, പിന്നെ ഇപ്പം എന്താ നിങ്ങൾ വിശുദ്ധന്മാരാകാൻ എന്തൊക്കെയോ ചെയ്യണമെന്ന് പറയുന്നത്? There is justification and there is sanctification. അല്ലേ? നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ, വിശ്വാസ സ്നാനം എടുത്തപ്പോൾ, we are justified. God sees us as if we are just as if we have never sinned. അല്ലേ? നമ്മൾ ഇതുവരെ ഒരു തെറ്റ് ചെയ്യാത്തതുപോലെയാണ് ദൈവം നമ്മളെ കാണുന്നത്. But it doesn't end there. The moment we are justified, the sanctification starts. Sanctification also comes by faith. പക്ഷെ സാങ്ക്ടിഫിക്കേഷൻ അകത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്,
ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്. ആമേൻ. അശുദ്ധമായതൊന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. I always say this. Every blessing in the Bible has a condition attached to it. വചനത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു വ്യവസ്ഥ അതിൻ്റെ പിറകിൽ ഉണ്ട്. ഇവിടെ പറയുകയാണ്, അശുദ്ധമായത് അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിക്കുവിൻ, അശുദ്ധമായത് ഒന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. The condition is very clear. ലോകം ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ നമുക്ക് വ്യവസ്ഥയില്ല. ആമേൻ. വി ഹാവ് എ ലോട്ട് ഓഫ് പിയർ പ്രഷർ. എൻ്റെ അടുത്തുള്ള ആൾ കാണിക്കുന്ന പോലെയൊക്കെ കാണിക്കാൻ എനിക്ക് പല ടെംപ്റ്റേഷൻസ് എൻ്റെ ജീവിതത്തിൽ വന്നേക്കാം. ബട്ട് ഐ ആം നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ്. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമാണ്. അശുദ്ധമായത് ഒന്നും തൊടരുത്. അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ട് ഇരിക്കുവിൻ. വേർപെട്ടിരിക്കുമെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നുള്ളതല്ല. അവരുമായിട്ട് ബന്ധമില്ലെങ്കിൽ നമ്മൾ അവരെ എങ്ങനെ രക്ഷിക്കും? Don't do things that they do. അവർ ചെയ്യുന്നത് ഒരു പക്ഷേ ഇറ്റ് ഈസ് ഫാഷനബിൾ, അത് കാണാൻ നല്ല രസമുണ്ടായിരിക്കാം. ദാറ്റ്സ് വാട്ട് ദ ഹോൾ വേൾഡ് ഡസ്. ബട്ട് വി കാൺട് ഡു ദാറ്റ്. വി ഹാവ് ടു ബി സെപ്പറേറ്റഡ്. ആമേൻ എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കണം. ക്ലെൻസ് ഓൾ filthiness. Cleanse all filthiness. സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ച് കൊള്ളുക. This is something that we should do. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. God sees us holy. Amen. ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ, വൺ ഇസ് പൊസിഷണൽ ഹോളിനെസ്. നാം യേശു ക്രിസ്തുവിലായി തീർന്നപ്പോൾ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് വി ആർ ഹോളി. പക്ഷേ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ there is a way we should behave. That's called behavioral holiness. യേശുവിനെ രക്ഷിതാവ് സ്വീകരിച്ച് വിശ്വാസസ്നാനം ഏറ്റെടുത്ത ഏതൊരു വ്യക്തിയും ഹിസ് പൊസിഷൻ ഇസ് ദാറ്റ് ഹി ഈസ് ഹോളി. അവനെ വചനം വിളിക്കുന്നത് വിശുദ്ധൻ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങളെ വിളിക്ക് യോഗ്യമാമണ്ണം നടക്കണം. ദാറ്റ് ഈസ് our responsibility. We should walk worthy of our calling. അതുകൊണ്ട് നമ്മുടെ പെരുമാറ്റത്തിൽ there should be holiness. We can't do what everyone else does. സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ നമ്മെ തന്നെ വെടിപ്പാക്കണം. ആമേൻ. ഒന്നുകൂടെ ഒരു വാക്യം കൂടെ വായിക്കാമോ? 1 പത്രോസ് 1 അധ്യായം 15-16 വാക്യങ്ങൾ. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ആമേൻ. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. ആമേൻ. ആമേൻ പറയത്തില്ലെന്ന് എനിക്കറിയാം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധർ ആകണം. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധർ ആകണം.
Yeah, I think you got it now. Amen. എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ, നമ്മുടെ സംസാരം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ബന്ധങ്ങൾ, എല്ലാത്തിലും നാം വിശുദ്ധർ ആകണം. വി ഷുഡ് ബി ഹോളി. അടുത്ത വാക്യം, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം. തെസ്സലോനിയ 1 തെസ്സലോനിയ 4 വാക്യം ഞാൻ ഓർക്കുന്നില്ല. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, ഇതല്ലോ ക്രിസ്തുവേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. ബി ഹോളി ആസ് ഐ ആം ഹോളി. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവത്തെ യഥാർത്ഥമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് റിയലി സീൻ ഗാഡ്, ഇഫ് യു റിയലി നോൺ ഹു ഗാഡ് ഇസ്, വിൽ റെസ്പോണ്ട് ടു ഹിസ് ഹോളിനെസ്. ആ റെസ്പോൺസ് എന്ന് പറയുന്നത് വിൽ കം ടു നോ ഹൗ സിൻഫുൾ വി ആർ. നമ്മുടെ കുറവുകൾ, നമുക്ക് എവിടൊക്കെയാണ് തിരുത്തലുകൾ വേണ്ടത്, മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് വളരെ സ്പഷ്ടമായി ദൈവവചനത്തിലൂടെ നമുക്ക് വെളിവാകും. And then we need to have a purification, and after the purification God has a commission for us. ഞാൻ ആരെ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകും എന്നുള്ള ആ ചോദ്യത്തിന് മറുപടി പറയുവാൻ യഥാർത്ഥമായിട്ട് നമുക്ക് സാധിക്കുന്നത് അപ്പോഴാണ്. Hallelujah. Hallelujah. So let us be holy. Let us react. Let us respond to the holiness of God. And before I end, അതിൻ്റെ ഒന്നാമത്തെ വാക്യം യെശയ്യാപ്രവചനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ ആലയത്തെ നിറച്ചു. Hallelujah. Just picture, I want all of you to use your imagination. യെശയ്യാവ് കണ്ട ദർശനം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സിംഹാസനം. അവിടെ നമ്മൾ എബ്രായ ലേഖനം വായിച്ചപ്പോഴൊക്കെ പഠിച്ചു, there is an altar there. അതിൻ്റെ മാതൃകയിലാണ് ഭൂമിയിലുള്ള സമാഗമന കൂടാരം ഉണ്ടാക്കുവാൻ ദൈവം കൽപ്പിച്ചത്. So there is the real sanctuary is in heaven. The holiest of holies is in heaven. അപ്പോൾ അതാണ് യെശയ്യാവ് ദർശനത്തിൽ കാണുന്നത്. യെശയ്യാവ് പറയുകയാണ്, ആ ദൈവം ആ സിംഹാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പ്, his train filled the temple. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പ്, train of his robe filled the temple. So if God is enthroned here, ദൈവം നമ്മുടെ മധ്യത്തിൽ, if he is enthroned on our praises, just see it in the eyes of your mind. His robe, his train is filling this place. Hallelujah. And you know, his robe is so special. It is very holy. നമ്മൾ വചനം വായിക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് പറയുമ്പോൾ ഒത്തിരി ഇടങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് യേശുവിൻ്റെ വസ്ത്രം, അല്ലേ? യേശുവിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് യേശുവിൻ്റെ മരണസമയത്ത് യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 23-24 വാക്യങ്ങൾ. John chapter 19 verse 23 and 24. പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രമെടുത്തു, ഓരോ പടയാളികൾക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി. അങ്കിയും എടുത്തു. അങ്കിയോ തുന്നലില്ലാതെ മേൽത്തൊട്ട് അടിയോളം മുഴുവനും നെയ്തതായിരുന്നു. ഇത് കീറരുത്, ആർക്ക് വരുമെന്ന് ചീട്ടുകിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഹല്ലേലൂയ. ഇത് കീറരുത്, മേൽതൊട്ട് അടിയോളം തുന്നലില്ലാത്ത ദ സ്പെഷ്യൽ ഗാർമെന്റ് ഓഫ് ജീസസ്. അവിശ്വാസികളായ ആ പടയാളികൾക്ക് പോലും തോന്നി ഇത് കീറരുത്. ആമേൻ. ദിസ് ഈസ് സംതിങ് സ്പെഷ്യൽ. ഹല്ലേലൂയ. അവൻ്റെ വസ്ത്രം ആലയത്തെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ ആലയത്തെ നിറച്ചു. ആമേൻ.
വി ഗോ ബാക്ക് എ ലിറ്റിൽ ബിറ്റ്. ആ മറുരൂപമലയിൽ മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. ഹല്ലേലൂയ. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. His raiment was white as the light. Hallelujah. ആ സ്വർഗത്തിലിരിക്കുന്ന തൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ ആലയത്തെ നിറയ്ക്കുന്ന കർത്താവിൻ്റെ വസ്ത്രം, ഇറ്റ് വാസ് ആസ് വൈറ്റ് ആസ് ലൈറ്റ്. കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ നമുക്കറിയാം, there was a woman with an issue of blood, അല്ലേ? രക്തസ്രാവക്കാരിയായ സ്ത്രീ. അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. വർത്തമാനം കേട്ടിട്ട് അവൾ പറഞ്ഞു, ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം നമ്പേഴ്സ് ചാപ്റ്റർ 15 വേഴ്സ് 38-40. സംഖ്യാപുസ്തകം 15-ാം അധ്യായം 15-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ അവർ തലമുറ തലമുറയായി വസ്ത്രത്തിന്റെ കോൺതലയ്ക്ക് പൊടിപ്പുണ്ടാക്കുകയും കോൺതലക്കിലെ പൊടിപ്പിൽ നീല ചരട് കെട്ടുകയും വേണം. See, this is a commandment to every Israelite. അവരുടെ വസ്ത്രത്തിന്റെ there should be a border. ഇവിടെ in English they make fringes in the borders of their garments throughout the generations, and they put upon the fringe of the borders a ribbon of blue. Okay, അടുത്തത്, നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിക്കേണ്ടതിനും നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയവണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും ആ പൊടിപ്പ് ജ്ഞാപകമായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. എന്തിനാണ് ഈ ഫ്രിഞ്ച്, ഈ ഫ്രില്ല് ഈ വസ്ത്രത്തിൻ്റെ അകത്ത് സൈഡിൽ വെച്ചേക്കുന്നത്? അതിനകത്തൊരു നീല ചരട് കെട്ടിയിരിക്കുന്ന ഒരു നീല റിബൺ വെച്ചിരിക്കുന്നത് നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകളും ഓർത്തനുസരിക്കേണ്ടതിനും നിങ്ങൾ സ്വന്തം ഹൃദയത്തിനും കണ്ണിനും തോന്നിയവണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും ആ പൊടിപ്പ് ജ്ഞാപകമായിരിക്കണം. അത് നിങ്ങളെ ഓർപ്പിക്കണം, അല്ലേ? You should remember that you should all the commandments of the Lord and do them, and that you seek not after your own heart and your own eyes, after which you used to go whoring. Okay, next verse. നിങ്ങൾ എൻ്റെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിച്ച് നിങ്ങളുടെ ദൈവത്തിന് വിശുദ്ധമായിരിക്കേണ്ടതിന് തന്നെ. ആമേൻ. നിങ്ങൾ എൻ്റെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിച്ച് നിങ്ങളുടെ ദൈവത്തിന് വിശുദ്ധർ ആയിരിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. എന്തിനാണ് ഈ തൊങ്ങൽ വെച്ചേക്കുന്നത്? That you should remember all the commandments of the Lord, and you should obey all the commandments of the Lord, and that you should be holy unto God. Hallelujah. Hallelujah. I don't know who told this to that woman with the issue of blood. ആ രക്തസ്രാവക്കാരിയായ സ്ത്രീയോട് ആരാ ഇത് പറഞ്ഞു? Because I don't think she was a Jew. I don't know who told her this, but she came and touched the fringe of his garment. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. Hallelujah. And instantly she was healed. Hallelujah. And instantly she was healed. That holy God is here in this place. Hallelujah. ആ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. And his garment is filling this place. You want to touch the hem of that garment? Because that hem is holy. Hallelujah. If you touch the hem of your garment, of that garment,
you're going to be made holy. She had a problem with bleeding. She was considered unholy. The moment she touched the hem of that garment, she became holy. You want to be holy? Hallelujah. Shall we stand up? Let's submit ourselves to God. God, I want to be holy as you are holy. And I believe that your train is filling this place. I want to touch the hem of that garment, and I want to be made holy. Every filthiness that is in me, every issue of blood that is in me, every sickness that is in me, every thought problem that I am having, every wild imagination that I am having, I want to cleanse myself, and I want to submit myself unto you. Lord, I worship you. I want to be cleansed, Lord. Hallelujah. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. Hallelujah. And so, dear brothers and sisters, I plead with you to give your bodies to God because of all He has done for you. Let them be a living and holy sacrifice, the kind He will find acceptable. This is truly the way to worship Him. Do not copy the behavior and customs of this world, but let God transform you into a new person by changing the way you think. Then you will learn to know God's will for you, which is good, pleasing, and perfect.